വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അടുത്തിടയിലെ പാലക്കാടുനിന്നും മലപ്പുറത്തുനിന്നും മൂവാറ്റുപുഴയിൽ ഒക്കെ സഹോദരങ്ങൾ വിളിക്കുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രേട്ടവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലരെ പാസ്റ്ററെ കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വീഡിയോസ് ധാരാളം പേരിലേക്ക് റീച്ച് ചെയ്യുന്നു. സ്ഥിരമായി കാണുന്നവരെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാവരോടുള്ള സ്നേഹ ആദരവ് ഞാൻ അറിയിക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഒരു ചിന്ത ഒരു ആത്മീയപരമായ അതുമായി ബന്ധപ്പെട്ടതും എന്നാൽ കോമൺ സബ്ജക്റ്റാണ്. സാധാരണ ഞാൻ ഈ അടുത്തിടയിൽ ഒരു ദേവദാസൻ പറയുന്ന പല കാര്യങ്ങൾ കേട്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവ മക്കൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കാമോ, വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാമോ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം വേണോന്നുള്ള രീതിയിലല്ല, വേണ്ട എന്നുള്ള ലെവലിലേക്ക് സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം അവരുടെ അറിവുകളിൽ ഷെയർ ചെയ്യാനും പറയാനും സോഷ്യൽ മീഡിയയിൽ അതിനുള്ള അനുവാദവും അവകാശവും ഉണ്ടല്ലോ. അപ്പം എനിക്ക് തന്ന എളിയ അറിവിൽ ഞാനൊരു വിമർശനാത്മകമായിട്ടല്ല, എനിക്ക് ദൈവം തന്ന ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ 1-2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്ന ആയുസ്, ആരോഗ്യം, ദൈവം തരുന്ന സാഹചര്യങ്ങളെല്ലാം നാം സന്തോഷിക്കണം. ജഡത്തിലുള്ള ഉല്ലാസമല്ല ഞാൻ പറയുന്നു, ജഡത്തിലുള്ളൊരു പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നു. വീണ്ടും ജനിച്ച് ഈ ലോക ജീവിതത്തിൽ ദൈവവുമായി ഒരു വീണ്ടും ജനനം നടന്ന് ആത്മീയമായ ഒരു കൂട്ടായ്മയിൽ, ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയിൽ, അല്ലേ ദൈവഭക്തരായി ജീവിക്കുന്ന ധാരാളം പേര് പല മതങ്ങളിലുണ്ട്. ആ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, ഭക്തിയോടെ ജീവിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നമ്മളൊരു പെന്തിക്കോസ്തൽ ഉപദേശം, അതായത് ഒരു വീണ്ടും ജനന വിശ്വാസ തലത്തിൽ നിൽക്കുന്ന ഒരു ഭാഗത്താണല്ലോ അങ്ങനെ ഒരു ചോദ്യം വന്നത്. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവ മക്കൾക്ക് ജന്മദിനം പ്രാർത്ഥിക്കാം. അത് കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞ്, എനിക്ക് ഇത്ര വയസ്സായി, അല്ലെ എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ വന്നു, ഇത്ര വർഷമായി, പ്രാർത്ഥിക്കണം. അതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുന്നതിന് തെറ്റില്ല. അതിൻ്റെ പേരിൽ ഒരു ഗിഫ്റ്റ് വാങ്ങുന്നതിന് കുഴപ്പമില്ല, ഗിഫ്റ്റ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇതൊന്നും വേദപുസ്തകം വിലക്കിയിട്ടില്ല. മനുഷ്യനാണ് ഇതിനെയെല്ലാം വിലക്കുന്നത്. കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട്: നിന്റെ കൈ നിന്നെ കിടർച്ച വരുത്തുന്നെങ്കിൽ വെട്ടിക്കളക, കണ്ണ് ഈർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂഴ്ന്ന് കളയുക. ഒരിക്കലേ പെന്തിക്കോസ്ത് യുവദാസനും പറഞ്ഞു, ദൈവം പറഞ്ഞതൊന്നുമല്ല ദൈവജനം മാറ്റിയത്. ആകയാൽ അസൂയ, പിണക്കം, ദ്വന്ദ്വപക്ഷം, കലഹം, വഴക്ക്, വ്യഭിചാരം നമ്മുടെ ഹൃദയത്തിലകത്തുള്ള സംഭവം മാറ്റണം. അത് കർത്താവിൻ്റെ വരവ് വരെ പരിശുദ്ധാത്മാവിൽ ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ പണിയപ്പെടത്തുള്ളൂ. അല്ല, ഞാൻ വേർപെട്ടു, ഞാനൊരു ദൈവവേദന തീരുന്നില്ല. അനുദിന ജീവിതത്തിൽ ആത്മാവോട് പോരാടുന്ന ജഡമേഹങ്ങളുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരട്ടെ. ഒരു ദൈവ പൈതലിന് ജന്മദിനം ആഘോഷമെന്ന് പറഞ്ഞ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഒരു വേർഡ് ഉപയോഗിക്കുന്നില്ല. ദൈവമക്കൾക്ക് ആഘോഷമെന്ന് പറയാം. പൗലോസ് ട്രയംഫ് എന്നൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന, ജയോത്സവം എന്ന് പറയുമ്പോൾ ആ വേർഡ് ഞാൻ പറയാം, ഒരു ഇൻഡിവിജ്വൽ അല്ല ജയോത്സവം. ശ്രദ്ധിക്കണം, പേഴ്സണലിലുള്ളൊരു ജോയി അല്ല. അതിനെ വളരെ വ്യക്തമായി നിങ്ങൾ വചനം പഠിക്കണം. ഞാൻ അതിന് കണക്ട് ചെയ്തൊരു കാര്യം പറയാം. വലിയൊരു ജയമുള്ള ഒരു ഫുട്ബോൾ ടീം, ക്രിക്കറ്റ് ടീം, അല്ലെങ്കിൽ വലിയൊരു ടീം നമ്മുടെ യുവജനോത്സവങ്ങളിൽ, കലാകായിക മേളകളിൽ ഒരു വ്യക്തിയല്ല, ഒരു ടീം വരുന്ന സന്തോഷം കണ്ടു. ആ ടീമിൻ്റെ സന്തോഷമാണ് ഗ്രീക്ക് വേർഡിൽ ട്രയംഫ് എന്ന് പറഞ്ഞ കൂട്ടായ ഒരു ജയോത്സവം, ഒരു സന്തോഷമാണ്. അവിടെ ചിലപ്പോൾ മെസ്സി ആയിരിക്കും അടിച്ചത്, അല്ലെങ്കിൽ ഇന്ന ആളായിരിക്കും. പക്ഷെ അവർ പറയാം, ഞങ്ങളുടെ വിജയമാണ്, ഞങ്ങളുടെ ടീമിൻ്റെ വിജയമാണ്. യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണവും പുനരുത്ഥാനവും ജയവുമെല്ലാം ഞങ്ങളുടെ ജയമാണ്. ഞാൻ യേശുവിലേക്ക് ചേർന്നപ്പോൾ എൻ്റെ ജയമാണ്. CPM നിന്ന് ഒരാൾ UDF, അല്ല UDF നിന്ന് ഒരാൾ BJP, ഒരാൾ വേറൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ ആ പാർട്ടിയുടെ അംഗത്വം എടുക്കുമ്പോൾ താൻ ആ പാർട്ടിക്കുള്ള പരാജയത്തിനും ആ പാർട്ടിക്കുള്ള ജയത്തിനും ആ പാർട്ടിക്കുള്ള ബെനിഫിറ്റിനും താൻ അവകാശിയാകുകയാണ്. യേശുവിലൊരാൾ വരുമ്പോൾ പൗലോസ് പറയാൻ, ഞങ്ങളെ, തന്നെ എന്നല്ല പറഞ്ഞ, ഞങ്ങളെ, താൻ ഇൻഡിവിജ്വലായിട്ടല്ല പറഞ്ഞ്,
താനെ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പറയുന്നുണ്ട്, ഐ ടെൽ യു അഗൈൻ ആൻഡ് അഗൈൻ റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ സന്തോഷിക്കാൻ താൻ സഭയോട് പറയുക. ദൈവ മക്കൾക്ക് ജന്മദിനം എന്തിനാ? കർത്താവ് നമ്മുടെ നന്ദിയാണ്. 103 സങ്കീർത്തനം പറയുന്ന എന്താണ്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്ക. ഡു നോട്ട് ഫോർഗെറ്റ് ഹിസ് ബെനിഫിറ്റ്സ്. എന്തുവാ? ബ്ലസ് ദ ലോർഡ് ഓ മൈ സോൾ. താൻ തന്നോട് തന്നെ പറയുക. വേറെ ആളോട് നമുക്ക് പറയാൻ എളുപ്പമാ. ബ്ലസ് ദ ലോർഡ് ഓ മൈ സോൾ. തന്നോട് തന്നെ പറയുക. എൻ മനമേ, എൻ്റെ ഉള്ളമേ, നീ ദൈവത്തെ സ്തുതിക്കുക. എന്തിനാ? ദൈവം നിന്നെ നടത്തി. ഞാൻ ചോദിക്കുന്നത്, ഓരോ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അനവധി പേര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എനിക്ക് എൻ്റെ കാലുകൊണ്ട് എനിക്ക് നടക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് നന്ദി പറയണ്ടേ ദൈവത്തിന്? ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് എന്തും സംഭവിക്കാം. ദൈവം എനിക്ക് എൻ്റെ ശ്വസന പ്രക്രിയകൾ, എൻ്റെ ഉയർത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. എത്ര പ്രാവശ്യം എൻ്റെ ഹൃദയം ഇടിക്കുന്നു ഞാൻ അറിയുന്നില്ല. എനിക്ക് നന്ദി പറയണ്ടായോ? അങ്ങനെയാണ് 365 ദിവസം ഒരാൾ നടത്തിയതിന് ആ ഒരു വ്യക്തി നന്ദി പറഞ്ഞ് എൻ്റെ ഒരു ബർത്ത്ഡേ ആന്ന് പറഞ്ഞ്. ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർ വിഷ് ചെയ്യുന്നു. ആ നന്ദി പറയുമ്പോൾ ജനിച്ചു വീണ ഒരു കുഞ്ഞെ ഹാപ്പി ബർത്ത്ഡേ എന്ന് അതിനോട് പറയുമ്പോൾ ഒരു ദൈവമക്കളുടെ സന്തോഷം വേണ്ടെന്ന് ആരാ പറഞ്ഞ്? ഏത് ആത്മീയന് പറയാൻ കഴിയും? നന്ദിയാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് താങ്ക്സ് ഗിവിങ്. അതാണ് ഏറ്റവും വലുത്. നമ്മൾ വിളിച്ച് പറയുകയാണ്. അതിനകത്തെ ദ്വയാർത്ഥം ഇതാണ്. അതിന്റെ പിൻപിൽ മറിഞ്ഞെടുക്കുന്ന അർത്ഥം ഇതാ: ഈ കഴിഞ്ഞ 165 ദിവസം ഒരു കേടും കൂടാതെ നീ എന്നെ നടത്തി, നീ എന്നെ വീണ്ടും നടത്തണം. ദീർഘായുസ് ദൈവമാ തരുന്നേ. ഈ ആഘോഷം വേണ്ട എന്നൊരാൾക്ക് പറയാൻ കഴിയത്തില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ പൗലോസ് ജയോത്സവം എന്ന് പറയുന്ന വേറൊരു ഭാഗം നമുക്കറിയാം. റിജോയ്സ് ഇൻ ദ ലോർഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് നോട്ട് എ മാറ്റർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, റൈച്ചസ്നെസ് ആൻഡ് പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്, ആനന്ദമാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഡിവോഴ്സ് പെരുകുന്ന ഒരു സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും ആമേൻ ആ കുഞ്ഞുങ്ങൾ താല്പര്യമെടുക്കുക. എൻ്റെ പേരൻസിൻ്റെ അവരുടെ വെഡിങ് ആനിവേഴ്സറി, അവർക്ക് വേണ്ടി ഒരു സമ്മാനം അയക്കുന്നു, അവരുടെ പടം പേപ്പറിൽ കൊടുക്കുന്നു, അവരുടെ ദൈവദാസനോട് പറയുന്നു, ചെറിയൊരു പ്രാർത്ഥന വെച്ച് 10 ഭക്ഷണം കൊടുക്കുന്നു. ഇത് വേണ്ടെന്ന് ആർക്ക് പറയാൻ കഴിയും? ഇത് ആരാണ് ഇത് ആഘോഷിക്കേണ്ടേ? ദൈവമില്ലാത്തവരാണോ? ദൈവമില്ലാത്തവർ അവരുടെ രീതിയിൽ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ? മദ്യവും വേണ്ട കാര്യങ്ങളുമായിട്ടല്ല അവർ ചെയ്യുന്നില്ലേ? അവർ ചെയ്തോട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നന്ദിയുടെ ഭാഗമാണ്. വേദപുസ്തകത്തിൽ സന്തോഷത്തിന്റെ അവസരങ്ങൾ ഇല്ലയോ? എത്രയോ ഭാഗങ്ങൾ എടുത്ത് പറയാനാണ്, ധാരാളമുണ്ട്. ആയുസ് നീട്ടിക്കൊടുക്കുന്ന ദൈവമല്ലേ? ഹിസ്കിയാവിന്റെ അടുക്കൽ വന്ന് യെശയ്യാവ് പറയുന്നുണ്ട്, നിന്റെ ഗ്രഹകാര്യങ്ങളെ നേരെയാക്കിക്കോ, ദൈവം നിന്നെ വിളിക്കാൻ പോവാ. താൻ ചുവരിന് നേരെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ യെശയ്യാവും ആ കാവൽപുരം ആ മുറ്റത്തും മാറിപ്പോകുന്നതിന് മുമ്പ് ദൈവം ഡീൽ ചെയ്യുകയാണ്. ഞാൻ 15 സംവത്സരം ഞാൻ അവന്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കാൻ പോവാം. ഈ ദൈവത്തിന് ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയത്തില്ലേ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശം എന്ന് പറഞ്ഞ ദൈവത്തിന് നീ പറഞ്ഞാൽ നിന്റെ ആയുസ്സിനെ ദൈവത്തിന് നീട്ടാൻ കഴിയത്തില്ല. ഞാൻ വെറുതെ ചുമ്മാതിരുന്ന് ആയുസ് നീട്ടുന്നതിനെ കുറിച്ചല്ല. ആ നാട്ടുകാർക്ക് പ്രയോജനമില്ല, വീട്ടുകാർക്കില്ല, യാതൊന്നുമില്ല. എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, നന്മ ആർക്കും ചെയ്യുന്നില്ല, ദോഷവും ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ല. രാഷ്ട്രീയമാണെങ്കിൽ ജനസേവനം, സിനിമാ മേഖലയാണെങ്കിൽ അതിലുള്ള വളർച്ച, അതിലൂടെയുള്ള പ്രയോജനങ്ങൾ കൊടുക്കുന്നവർ, ഓരോ കരിയർ, സ്പോർട്സ് ആണ്, അങ്ങനെ ആത്മീയതയിൽ അങ്ങനെ പ്രയോജനം ചെയ്യുന്ന ഒരാൾ ജീവിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതാണ് പെട്ടെന്ന് ചില പലരുടെ വേർപാട് നമുക്ക് ഇവിടെ കാണുന്നില്ലേ? ഒരു സീരിയൽ നടന്മാർ പല അവർക്കൊക്കെ അവർക്കായിരിക്കുന്നവർക്ക് അവർക്ക് വേദനയാണ്. ഒരു ആത്മീയൻ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വേദനയാണ്. കാരണം അവർ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടായോ? ബർത്ത്ഡേ വേണ്ട, പൗലോസ് പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെട്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ നാളുകളും ആണ്ടുകളും ആഘോഷിക്കുന്ന എന്താണ് പൗലോസ് പറഞ്ഞത്? ഈ കൃപായുഗത്തിൽ വന്നിട്ടും ഈ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞിട്ടും വീണ്ടും അന്യദൈവങ്ങളുടെ ഇതിലേക്ക് വ്യവസ്ഥ തെറ്റിച്ച് വ്യഭിചാരങ്ങളിലേക്ക്, പരസംഗങ്ങളിലേക്ക്, വീണ്ടും ന്യായപ്രമാണത്തിന് കീഴിലേക്ക് പോകുന്ന ജനങ്ങൾ ആ പഴയ ആചാരങ്ങൾ അവർ പിന്തുടരുമ്പോഴാണ് അവരോടാ പറയുന്നത്, നിങ്ങൾ വീണ്ടും ആണ്ടും കാലങ്ങളും നിങ്ങൾ ആഘോഷിക്കുന്നു. ദൈവമക്കൾക്ക് അതിനുള്ള കാര്യങ്ങളില്ല. സ്നേഹത്തിൽ അവരോട് പറയണം. പ്രത്യേകിച്ച് ഞങ്ങളെ ഒരു ആണ്ടിനെ വിളി, ഞങ്ങൾക്ക് ആരോടൊരു പണക്കമില്ല. ഞങ്ങളൊരു ആണ്ടിനെ ഞങ്ങളുടെ ദൈവദാസൻ എന്നുള്ളവർ മാത്രമല്ല, ഒരു ആണ്ടിനെ വിളിച്ച് ഞങ്ങൾ പോറില്ല. കാരണം എന്തോ? അവരോട് ആ വ്യക്തിയോടുള്ള വിരോധമല്ല. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതരും ബന്ധുക്കളും ധാരാളം കടന്നുപോയി. അവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞറിയാം, പാസ്റ്റർ വരത്തില്ല, അല്ലെങ്കിൽ എന്നെ ബന്ധിക്കുന്ന ആ ബന്ധമുള്ളവരാണെങ്കിൽ പറയും ഷായിച്ചാൻ വരത്തില്ലെന്നറിയാം, അല്ലെങ്കിൽ എൻ്റെ മുതിർന്ന
സഹോദരങ്ങളാണ്, ഷാജി വരത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. വിളിക്കേണ്ട കടമ എന്താ അറിയത്തില്ലെന്ന് അവർക്ക്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ചട്ടങ്ങളും വ്യവസ്ഥകളും ഉണ്ടെന്ന് അവർക്കറിയാം. ഇത് അവരുടെ തെറ്റാന്ന് ഞങ്ങൾ വിളിക്കലി തെറ്റുകളുണ്ട്. അത് അവരെ പോകുന്ന വിശ്വാസത്തിൽ അവർ പൊക്കോട്ടെ. ഞാൻ ആ ഭാവത്തിൽ കടക്കുന്നില്ല. ഒരു 28 കെട്ട് നമ്മൾക്കറിയാം മതങ്ങളിലുണ്ട്. പക്ഷെ ഞങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരോട് സ്നേഹക്കുറവൊന്നുമില്ല. മാമോദീസ വിളിച്ചാൽ ഞാൻ പോകത്തില്ല. കാരണം ബിബ്ലിക്കലിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വേദപുസ്തക പ്രകാരം അത് ഞാൻ അടുത്തൊരു സന്ദേശത്തിൽ പറയാം. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. ഒരു കുഞ്ഞിനെ പ്രാർത്ഥിച്ച് അതിനെ മൂറവും തളിച്ച് അതിനെ ചെയ്യുന്ന ശുശ്രൂഷകൾ മോശമാണെന്നല്ല. എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ചെയ്തതാ. ഞാൻ ഒരിക്കലും അതിനെതിരല്ല. പക്ഷേ എൻ്റെ വിശ്വാസം അനുസരിച്ച് വേദപുസ്തകം പറയുന്ന മുതിർന്ന സ്നാനമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. മറ്റേ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. ഒരു കുഞ്ഞിനെ സമർപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു കുഞ്ഞിനെ സമർപ്പിക്കാറുണ്ട്. എന്നുകൊണ്ട് ഞാൻ അവരോട് എതിരില്ല, വഴക്കില്ല, ബന്ധങ്ങളും സ്നേഹങ്ങളും ഉണ്ട്. പക്ഷെ ഞങ്ങളത് വിളിച്ച് ഞങ്ങൾക്ക് അവിടെ പോകാൻ ഒക്കത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. ഇതൊക്കെ പലരിലും ബലഹീനരായ വിശ്വാസികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ബർത്ത്ഡേ വന്ന് നിങ്ങൾ പെട്ടെന്നൊരു വലിയ ഭയങ്കര മൈക്ക് സെറ്റ് വിളിച്ച് നിങ്ങൾ വലിയ ഡാൻസും മേളം ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ന്യായമായ സന്തോഷം, പ്രാർത്ഥന, അതിനകത്തൊരു ആരാധനയുണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ 60th ബർത്ത്ഡേ വന്നപ്പോൾ എൻ്റെ ദൈവദാസന്മാരെ എല്ലാം ഞാൻ വിളിച്ചു. എൻ്റെ മുതിർന്ന മുകളിലുള്ളവരോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കാര്യം അതിനെ വെളികൃതയായിട്ട് ഞാൻ കാണുന്നു. ഞാൻ എൻ്റെ സഭാ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു. അല്ലാതുള്ള നിരാലംബരായ പ്രത്യേകിച്ച് ഓർഫണേജിൽ ഓൾഡ് ഏജ് ഹോമിലുള്ളവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തൊക്കെ ഞാൻ ചെയ്ത് എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ ഞാനതൊരു ആഘോഷമല്ല. എനിക്ക് ദൈവം തന്നതിൻ്റെ നന്ദി പ്രകടനങ്ങളാണ്. ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ താങ്ക്സ് ഗിവിങ്. ദൈവം എന്നെ നടത്തി. ഞാൻ നഷ്ടപ്പെട്ടു പോകേണ്ട ഒരാളായിരുന്നു. ഞാൻ ഈ കൃപ വരേണ്ട ഒരാളല്ല. ദൈവം എനിക്ക് തരുന്ന, എൻ്റെ കൈ ഞാൻ ഉയർത്തുന്നെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് തരുന്ന കഴിവുകൊണ്ടാണ്. ദൈവം തരാൻ എനിക്ക് പറ്റത്തില്ല. ഇവിടെ ഞാൻ ഒരു സ്ട്രോക്ക് വന്നൊരു വ്യക്തി പറഞ്ഞു, ഫിസിയോതെറാപ്പിസ്റ്റ് ബ്രെയിൻ ഓർഡർ കൊടുക്കുകയാണ്, എന്നെ കൈ പറ്റും അങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നെയാ നടത്തുന്നെങ്കിൽ എൻ്റെ കരമെനിക്ക് ചലിക്കാൻ കഴിയും, എൻ്റെ കാലുകൊണ്ട് നടക്കാൻ കഴിയുന്നെങ്കിൽ 1/4 മണിക്കൂർ ഒരു ദിവസം എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയല്ലേ. ഞാൻ നന്ദി പറയണ്ടായോ? എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ എനിക്ക് ഭക്ഷണം വെച്ച് തരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയായി ഞങ്ങളെ ശുശ്രൂഷിക്കുന്നു. എൻ്റെ ദൈവദാസൻ്റെ ഭാര്യയായിട്ട് നിൽക്കുന്നു. വിശ്വാസിൽ ഇറങ്ങി വന്ന ഒരു ചിത്രകാരൻ്റെ ഭാര്യയായിട്ടാണ് വന്ന, ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയായിട്ട് വന്ന വ്യക്തി ഞാൻ വിശ്വാസിൽ ഇറങ്ങിയപ്പോൾ എതിർക്കാതെ എൻ്റെ കൂടെ നിന്ന ഞങ്ങൾ ഒന്നിച്ചുള്ള ഒരു വിവാഹ ജീവിതത്തിന് ഞങ്ങൾ ആഘോഷിക്കണ്ടേ? ഞങ്ങൾ സന്തോഷിക്കണ്ടായോ? കുഞ്ഞുങ്ങൾ തരുന്ന ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങണ്ടായോ? ഒരു കൊച്ചുകുഞ്ഞ്, ഒരു പൊടിമോളുണ്ട് ഞങ്ങൾക്ക്, 4 വയസ്സുള്ള ഒരു കൊച്ചുമകളുണ്ട്. അവർക്ക് ഒരു ബർത്ത്ഡേ വന്ന് അവളെ വിളിക്കണ്ടായോ? ബ്രഹ്മ കാണാതെ പോയതിനെ കുറിച്ച് എന്തോ കർത്താവ് പറഞ്ഞു. കണ്ടു കിട്ടിയപ്പോൾ അവളെല്ലാവരെയും വിളിച്ച്, ബന്ധുക്കളെയും ചാർച്ചക്കാരെയും എല്ലാം വിളിച്ച്, നഷ്ടപ്പെട്ടത് കിട്ടിയിരിക്കുന്നു, റിജോയ്സ് വിത്ത് മീ, എന്നോടുകൂടെ സന്തോഷിക്കാൻ. അതുപോലെ തന്നെ ഞങ്ങൾ പറയാണ്, ഞാനിവിടെ നഷ്ടമായിരുന്നു, ദൈവമേ നിന്നെ അറിയാത്ത കാലങ്ങളിൽ ഇഷ്ടപ്രകാരം ജീവിച്ചു, എന്നാൽ നിന്നെ ഞങ്ങൾ അറിഞ്ഞത് കൊണ്ട്, നീ ഞങ്ങളുടെ കർത്താവായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ സന്തോഷം ക്രൂശാണ്. ഞങ്ങളുടെ സന്തോഷം അങ്ങയുടെ പാദപീഠമാണ്. അങ്ങ് തരാത്ത സന്തോഷങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കർത്താവേ, ഞാൻ നഷ്ടമായിരുന്ന ആളാണ്, ഇതാ ഞാൻ സന്തോഷിക്കുന്നു. ആണ്ടിൽ ഒരിക്കലല്ല, എന്നും സന്തോഷിക്കാനാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പ്രശ്നങ്ങളെ കണ്ടാൽ സന്തോഷിക്കാനോ പതില്ല. ആടിനെ നഷ്ടപ്പെട്ടിട്ട്, ഒരാളിനെ നഷ്ടപ്പെട്ട് 99 മരുഭൂമിയിലാക്കിയിട്ട് ഒന്നിന്റെ പുറകെ തിരഞ്ഞു പോയിട്ട് താൻ കണ്ടു കിട്ടിയപ്പോൾ ആ 99 എല്ലാവരോടും പറയാ, വാ വാ നഷ്ടമായതിനെ ലഭിച്ചിരിക്കുന്നു, ആഘോഷിക്കുക, എന്നോട് തിന്നുകൂടിച്ച് ആനന്ദിക്കാനാ പറയുന്നത്. അവിടെ സന്തോഷമില്ലേ? അതേപോലെയാണ് കുടുംബജീവിതങ്ങളിൽ പല ഡിവോഴ്സുകൾ നടക്കുമ്പോൾ, പലയിടത്തും സ്പിരിച്വൽ ഡിവോഴ്സ് നടക്കുന്നു. പലയിടത്തും എന്ന് വെച്ചാൽ ലിറ്ററലി അവര് നിയമം വരെ വേർതിരിക്കുന്നില്ല. ഒരു വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാരാ, മിണ്ടാട്ടമില്ല, സംസാരം, 2 മുറിയിൽ വാസം, സ്ത്രീ കൊടുത്ത് ഡിവോഴ്സായിട്ട് ജീവിക്കുന്നു. ആത്മീയതയിൽ പള്ളിയിൽ വരുന്നു പോകുന്നു, ഒരു മനുഷ്യനോട് സഹകരിക്കത്തില്ല, കർത്തൃമേശ വന്ന അടുത്തുള്ള സ്നേഹത്തിനോട് മിണ്ടത്തില്ല. എത്രയോ ഡിവോഴ്സുകളാണ് നടക്കുന്നത്. ആത്മീയയോട് സംസാരിക്കത്തില്ല, സന്തോഷമില്ല. ദൈവമക്കളെ പഠിപ്പിച്ചേക്കുന്ന വായ തുറന്നൊന്ന് ചിരിച്ചാൽ പാപമാണെന്നാണ് പഠിപ്പിച്ചേക്കുന്നത്. ചിന്തിക്കാം, സന്തോഷിക്കാം, പരിഹാസമല്ല, പരിഹാസചര്യകളല്ല. ദൈവവചനം പറയുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആത്മീയമായിട്ട് സന്തോഷിക്കാം. ആത്മീയമായ കാര്യങ്ങൾ ആത്മീയ മക്കൾക്ക് സന്തോഷിക്കാം. ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ വേറെ സന്തോഷമില്ലേ? ഞാൻ അടുത്ത ചോദിക്കുകയാണ്, ഒരു പോയിന്റ് ഞാൻ ചോദിക്കുവോ? വാ എൻ്റെ കൂടെ വാ, സന്തോഷിക്കേ, നഷ്ടമായതായിരുന്നു. കർത്താവിനെ കുറിച്ച് പറഞ്ഞില്ലേ, അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത് എന്തെന്നാൽ ശിഷ്യന്മാരുടെ നടുവിലില്ലായിരുന്നു. എത്രയോ കാര്യങ്ങൾ അവർ സന്തോഷിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ദിവസം ഒരു രാജാവിന്റെ സെലിബ്രേഷൻ അവിടെ പറയുന്നുണ്ടല്ലോ, നൃത്തം ചെയ്ത രാജാവിനെ പ്രസാദിപ്പിച്ചെന്ന്. നമ്മുടെ രാജാവ് ആരാ? രാജാതി രാജാവും കർത്താതി കർത്താവുമല്ലേ? ഇതിനകത്തൊരു വേറൊരു ഈവിൾ ഡയറക്ഷൻ ആയിരുന്നു ആ ഡാൻസിലുണ്ടായിരുന്നെങ്കിൽ
നമ്മുടെ ഡാൻസ് എന്തുവാ? നൃത്തത്തോടും തപ്പിനാലും കിന്നരത്താലും അങ്ങനെയല്ലേ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാൻ. അങ്ങനെയാണ് ഇതൊരു ആരാധനയുടെ ഭാഗമല്ലേ, ശുശ്രൂഷയുടെ ഭാഗമല്ലേ? ദൈവമക്കൾക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ലേ? എൻ്റെ മോടെ വിവാഹത്തിന്റെ തലേദിവസം ദേവദാസന്മാരെ എല്ലാം വിളിച്ച് കുടുംബം എല്ലാം പറഞ്ഞു ഞങ്ങൾ വചനം ഷെയർ ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ശക്തമായ പ്രാർത്ഥന തലേദിവസം അവിടെ വെച്ചു. എത്രയോ വിശ്വാസ ഭവനങ്ങളെല്ലാം ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്, എനിക്കറിയാം. അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. എന്നിട്ട് ആ സമയത്ത് പലയിടത്തും അത്താഴ സദ്യ, പലയിടത്തും ഞാൻ ചെന്ന് എന്നാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പോലും തിരക്കിനിടയ്ക്ക് വളരെ വൈമനസ്യത്തോടെ പലരും വരുന്നേ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ ദൈവമക്കൾ കൂടുന്നിടത്ത് ആരാധനയുണ്ട്. അതാ പൗലോസ് പറയുന്ന ആത്മീയ ഉപദേശങ്ങളുണ്ട്. സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും ഒരു വ്യക്തി വിളിച്ച ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ സന്തോഷത്തോടെ ഒരു ഗിഫ്റ്റ് അവർക്ക് കൊണ്ട് കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താ തെറ്റ്? എവിടെയാണ് വിലക്ക് വന്നിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുമ്പോൾ എന്താണ് അവിടെ വിലക്കിയിരിക്കുന്നത്? ഈ ന്യായപ്രമാണത്തിൽ പരിച്ഛേദന ചെയ്ത് മാത്രമേ ആ രക്ഷയിലേക്ക് വരാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ സിന്നഡ്, അന്നത്തെ ആ സഭ, യെരൂശലേം സഭ എന്തോ തീരുമാനിച്ചു? പരിശുദ്ധാത്മ പറയാത്ത ഒരു നുകവും ആരുടെ മേൽ വെക്കരുതെന്നാ. വായിക്കണം അപ്പോസ്തല പ്രവൃത്തി. ആരുടെ മേലും നുകങ്ങൾ ഇടാൻ അനുവാദമില്ല. അവിടെ ആ നിയമങ്ങൾ മാനുഷിക നിയമങ്ങളാണ്. ദൂതന്മാരെ ആരാധിക്കുന്നവരാണ്. അവർ തലയെ മുറുകെ പിടിച്ചവരല്ല, തല യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഏറ്റവും അന്ന് എതിർത്ത പരീക്ഷ ഭക്തിയാണ്. അന്ന് എതിർത്ത മുഴുവൻ വെള്ളതേച്ച ശവക്കല്ലറയെന്നവരെ വിളിച്ചു. യോഹന്നാൻ വിളിച്ച് സർപ്പസന്തതികളെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. എല്ലാ കാര്യങ്ങളിലും ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന അവന്റെ വഴിയിലാണെങ്കിൽ നമുക്ക് ആനന്ദമുണ്ട്. ദൈവമക്കൾ കൂടിയിരിക്കുന്നിടത്ത് സന്തോഷമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു വചനം തരികയാണ്. കർത്താവിന്റെ അമ്മ മറിയ എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ വന്ദനം ചൊല്ലിയപ്പോൾ, അങ്ങനെ എഴുതിയിരിക്കുന്ന, വന്ദനം ചൊല്ലിയപ്പോൾ പിള്ള അവിടെ ഉള്ളത്തിൽ തുള്ളി. കണ്ടോ ആത്മീയരുടെ സന്തോഷം കണ്ടു? അല്ല, ജഡീക സന്തോഷമല്ലത്. എനിക്കത് അറിയാം. എൻ്റെ 60-ാമത്തെ വയസ്സിൽ ഞാൻ ആ ശുശ്രൂഷകളോടെ ചെയ്തപ്പോൾ എനിക്ക് അല്പം പൈസ ചെലവായി. ദൈവം അതെല്ലാം എനിക്ക് തന്നു. എനിക്കൊരു സന്തോഷമായിരുന്നു. ദൈവദാസന്മാരെല്ലാം കൂടെ വന്ന് എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ചെറിയ കാര്യമല്ല. ചില പറയും ഒന്നുമില്ല, ആഘോഷങ്ങളൊന്നുമില്ല, ഞാനും എൻ്റെ ദൈവം. അത് നിങ്ങൾ ദൈവമായിട്ട് തീർത്തു, എനിക്കൊന്നുമില്ല. ചിലർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ദൈവമക്കൾക്ക് എന്നാ ബർത്ത്ഡേ, എന്നാ വെഡിങ് ആനിവേഴ്സറി. ദൈവമക്കൾക്ക് അത് ചെയ്യേണ്ടത് ഒറ്റ അടിസ്ഥാനമുള്ള പ്രാർത്ഥന, നന്ദി. ഞാനതിന് വേറെ ഒന്നും അതിന് പറയുന്നില്ല. അതിനെനിക്ക് പറയാനുള്ള ദൈവത്തോടുള്ള സ്നേഹമാണ്. നീ നടത്തിയ വിധങ്ങൾക്ക്. ഒരാളൊന്നുമില്ലെന്ന് പറഞ്ഞാൽ നീ വിളിച്ചു പറഞ്ഞതിന് ദ്വയാർത്ഥമുണ്ട്. ഞാൻ എൻ്റെ ബുദ്ധിക്ക് പോകുന്നു, വെള്ളത്തിലെ ആമ്പല് പോലെ ജനിക്കുന്നു, ജീവിക്കുന്നു, മൃഗങ്ങൾ പോലെ ഞാൻ പോകുന്നു. പക്ഷെ ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രത്യേകതയുണ്ട്. ഞാൻ ദൈവമക്കളെന്നല്ല, മാന്യമായ ശരീരത്തെ സ്നേഹിക്കുകയും സഭയെ സ്നേഹിക്കുകയും കുടുംബജീവിതത്തെ സ്നേഹിക്കുകയും മക്കളെ സ്നേഹിക്കുകയും നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യാൻ കഴിയത്തില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് താങ്ക്സ് ഗിവിങ്. ആർക്കാ താങ്ക്സ് ഗിവിങ് പറഞ്ഞ്? ഈ ശരീരം തന്നവന്, ഈ ജീവൻ തന്നവന്, ഈ ലോകത്തിൽ ജീവിപ്പാൻ അവസരം തന്നവന്, ആമേൻ, ശബ്ദം തന്നവന്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ RCCയിലോ നിങ്ങൾ പല പ്രത്യേക സാഹചര്യങ്ങളുടെ രോഗാവസ്ഥ പല തരത്തിലുള്ള ബന്ധുരായിട്ട് ചോദിച്ചു നോക്കിയേ, അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? എന്നാൽ അതിന് നടുവിൽ അവരെ ആ സന്തോഷിച്ചവരല്ലേ? അല്ലെ പല സാഹചര്യങ്ങളെ കടന്നു പോകുന്നവരുടെ അനുഭവങ്ങൾ ചോദിച്ചു നോക്കിയേ. ഒരു പക്ഷെ അവർ പറയും ഞങ്ങൾക്ക് സന്തോഷിക്കണമെന്നുണ്ട്, പല സാഹചര്യങ്ങൾക്ക് പറ്റുന്നില്ല. ദൈവം ചേരുന്ന അവസരങ്ങളെ അതായിട്ട് വിനിയോഗിക്കുക. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നഷ്ടപ്പെട്ട മകനെ കുറിച്ച്, പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രൻ ദിവസം പറഞ്ഞ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നഷ്ടപ്പെട്ട മകൻ, ഞാനും നഷ്ടപ്പെട്ട മകനാണ്. ഈ നഷ്ടപ്പെട്ട മകൻ വരുമ്പോഴെന്തോ എന്തുവായാലും കൊടുത്തില്ല, പകുതി കൂടുതൽ കൊടുത്തില്ലേ? അങ്ങനെ വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ബട്ട് എന്തേലും ആയിക്കോട്ടെ, ഒന്ന് മാറ്റി അവനെ ഒന്ന് പാർപ്പിച്ചാൽ പോരെ. എന്തായാലും മോനല്ലേ, രക്തമല്ലേ, താമസിക്കാൻ കൊടുത്താൽ പോരെ. ഇതാണോ അവിടെ നടന്നത്? അന്ന് ചുംബിച്ചില്ലേ, എംബ്രേസ് ചെയ്തില്ലേ? മകൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞു, പക്ഷെ കൂലിക്കാരനെന്നുള്ളതെന്ന് പറയാൻ സമ്മതിച്ചോ? അതിനു മുമ്പ് കെട്ടിച്ചുംബിച്ച് ആദ്യം പറഞ്ഞോണ്ടോ എന്നോ പറഞ്ഞു, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു, മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല, നിന്റെ വേലക്കാരൻ ഒരുത്തനെ പോലെ, ആ വേലക്കാരൻ ഒരുത്തനെ പോലെ ആ അപ്പൻ സമ്മതിച്ചോ? അവന്റെ വാ തുറക്കാൻ സമ്മതിച്ചോ? ആദ്യം കൊടുത്ത എന്തുവാ? പൊന്മോതിരം, അടയാളം, അധികാരം. നീ വീണ്ടും ഇവിടെ അവകാശിയാണ്. നീ തെറ്റിയതെങ്കിലും കാരണം നീ മാനസാന്തരപ്പെട്ടോണ്ട്. എത്ര സെലിബ്രേഷനും ഞാൻ നിങ്ങളോട് പറയാം. നീ ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും മാനസാന്തരപ്പെടാത്ത ആരും ഇത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഒരു ദൈവപൈതലാണെങ്കിൽ യോഗ്യമായ ഫലം കായ്ക്കണം. മാനസാന്തരപ്പെടാത്തവർ, ഞാൻ പേരിന് ക്രിസ്ത്യാനിയാ, ഞാൻ പേരിന് ബന്ധുക്കോസ, ഞാൻ പേരിന് വിശ്വാസിയാ, ഞാൻ പേരിന് പാഷ്ടാന്നല്ല ഞാൻ പറഞ്ഞു. അത് മാനസാന്തരപ്പെട്ടേ മതി. ഞാൻ ഈ പറയുന്ന ഞാനും എന്നോടുകൂടെ അവർ വരണം. മാനസാന്തരപ്പെടണം. ചെയ്ത തെറ്റുകൾക്ക്, പല കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങൾക്ക് മാനസാന്തരപ്പെടണം. ഞങ്ങളുടെ ഈയിടെ ഒരു മീറ്റിംഗ് ഞാനൊരു സ്ഥലത്ത് വെക്കുമ്പോൾ
പ്രത്യേകിച്ച് ഞങ്ങളെ കൂടുതലും ഞാൻ പുറത്തുള്ള പബ്ലിക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം യേശുവിനെ അറിയാത്തവർ, പൗലോസ് പറഞ്ഞ് ഞങ്ങൾ സുവിശേഷം ചെല്ലാത്തിടങ്ങളിൽ, ഒരു ഗ്രാമങ്ങളിൽ, കോളനികളിൽ യേശുവിനെ അറിയാത്തവർ എങ്കിൽ പോലും ഒരു പെന്തിക്കോസ്ത് വിവാഹത്തിനായി ഇന്ന വിവാഹം എന്ന് പറയുന്നില്ല. ഒരാൾ അവിടെ വന്നിട്ട് പറയാം, ഞങ്ങളുടെ ഭാഷയാക്കും ഒരു കോട്ടേജ് വേണ്ടിക്ക് വെച്ച് ഇന്ന് ഒരിക്കലും വെക്കുന്നതല്ല. ഇന്ന് വൈകിട്ട് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു, എന്താ അവിടെ ഉള്ളവർ ഇവിടെ പോകില്ല. മാനസാന്തരപ്പെടണം ദൈവമക്കളെ, മാനസാന്തരപ്പെടണം. ഞാൻ ആരുടെയും ചട്ടിയിലെ മീനെ ഇന്ന് വരെ എടുത്തിട്ടില്ല. എനിക്ക് ദൈവം അന്ന് ഇന്നും പല തന്നിട്ടുണ്ട്. എൻ്റെ ചട്ടിയിൽ നിന്ന് പലതും കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ എടുത്തിട്ട്. ഇന്നും എനിക്ക് ദൈവം പല തന്നിട്ടുണ്ട്. അഭിഷേകത്തിൻ്റെ പോലെ നമ്മളിതിടും, ദൈവം നമുക്ക് ആത്മാക്കളെ തരും. നമ്മളവിടെ മാനസാന്തരപ്പെടാത്ത ഒരാളിത് ചെയ്യല്ലേ. ഈ ആഘോഷങ്ങളെല്ലാം ദൈവമില്ല, ദേവനുമില്ല, യാതൊരു പ്രാർത്ഥനയില്ല, ജീവിത ക്രമീകരണങ്ങളെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ല, അടിസ്ഥാനമില്ല, സന്തോഷമില്ലാത്തൊരു ആഘോഷിക്കരുതെന്ന് തന്നെ ഞാൻ പറയുന്നത്. ദൈവം ഉണ്ടോ, പ്രാർത്ഥനയ്ക്കാണോ മുൻഗണന? ഞാൻ ബാലസീത പറയുന്നത്, മുൻപേ രാജ്യവും നീതി അന്വേഷിക്കുകയാണോ, ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങളിൽ ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, പ്രത്യേക ചില കാര്യങ്ങളിൽ നിങ്ങൾ ദൈവത്തെ ഓണർ ചെയ്യുന്നുണ്ടോ? നിങ്ങളോടുള്ള സന്ദേശം. അടുത്ത് കേട്ടുപോയി, നഷ്ടപ്പെട്ട മോതിരം കൊടുക്കുന്ന അധികാരം, വിലയേറിയ വസ്ത്രവന് കൊടുക്കുന്നു, തടിപ്പിച്ച കാളക്കുട്ടി അറക്കുന്നു. അവിടെ നിങ്ങൾ ആ ഭാഗം വായിക്കണം. ഞാൻ എടുക്കാൻ സമയമില്ല. മരിച്ചവനായിരുന്നു അവൻ ജീവിച്ചു, നഷ്ടമായിരുന്നു കണ്ടെത്തിയിരിക്കുന്നു. സന്തോഷിക്കാം, ആനന്ദിക്കാം, പാർട്ടി അവിടെ അങ്ങനെ ഒരു സന്തോഷം ദൈവഭവനത്തിലുണ്ട്. യേശുവിന്റെ വായിന്ന് വന്ന വാക്കുകളല്ലേ അത്, ഭൂമിയിൽ വേറെ ആരും അല്ലല്ലോ പറഞ്ഞേ. നീ അപ്പോസ്തലന്മാർ പറഞ്ഞാലും ദൈവവചനം എന്താണ്, ദൈവശാസ്ത്രം. എന്നാൽ പോലും യേശുവിന്റെ വായിന്നല്ലേ അത് പറഞ്ഞു. ആർക്കെതിനെ നിഷേധിക്കാൻ കഴിയുന്നു? ജഡീക ഉല്ലാസങ്ങളായിരിക്കും. മനസ്സിലായോ? ഒരു ദൈവ പൈതലിനെ ടൂറ് പോകുന്നതിന് ചിലർക്ക് വിലക്കുണ്ട്. ദൈവമക്കൾക്ക് പോകാം. ദൈവം ഭൂമി അതിൻ്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാ. പക്ഷെ അവിടെ പോകുന്നവര് പോക്കറ്റിൽ കുപ്പിയിട്ടാണ് പോകണമെന്ന സുവിശേഷമല്ല ഞാൻ പറയുന്നത്. പോകുമ്പോഴും എനിക്കറിയാം, ഞാനൊരു ദേവദാസനെ ദൈവം സ്തുതിക്കുന്നു. അദ്ദേഹം ഞങ്ങളിങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു ബോട്ടേ കയറി അദ്ദേഹം ആദ്യം മറ്റുള്ളവർ കാണുമ്പോൾ പരസ്യമായിട്ട് വിളിക്കുക, പ്രശ്നമല്ല, എൻ്റെ സ്പിരിച്വൽ ഫാദറാ. അദ്ദേഹം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കിട്ടുന്ന അവസരം ഗിറ്റാർ കൈ കാണും, ദൈവത്തെ ആരാധിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ആ കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ അവർ ചിന്തിക്കും, ഇവരാരാ? ദൈവനാമം മഹത്വപ്പെടുത്തുന്ന ഏത് സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അവനെ ഉയർത്താൻ കഴിയുന്നത് അത് ആഘോഷം. ഇവിടെ കവലയില്ലാതില്ല, എവിടെയാണ് സുവിശേഷം പറയാൻ കഴിയുന്നെങ്കിൽ അവിടെ ആഘോഷമാണ്. അല്ല പാരമ്പര്യങ്ങളെ അങ്ങനെ നമ്മൾ പൊളിക്കണം. അവിടെ കർത്താവ് പറഞ്ഞ അത് വേണ്ടെന്നല്ല. പൗലോസ് പറഞ്ഞ അതല്ല ആണ്ടും കാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറഞ്ഞ അർത്ഥം അതല്ല പറഞ്ഞ്. ഒരു വീണ്ടും പഴുതിലേക്ക് തിരിഞ്ഞുകൊണ്ട് വേദപുസ്തകം അങ്ങനെ പറയുന്നുണ്ട്. ഛർദ്ദിയിലേക്ക് തിരിഞ്ഞ നായെന്നും വീണ്ടും ചെളിയിലേക്ക് ഉരുണ്ട പന്നിയെന്നും പേരിനെല്ലാം ഉണ്ട്. ബാങ്കിൽ ബന്ധമുണ്ട്. പക്ഷെ നിങ്ങൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ബാങ്കിൽ പറയും, സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരാൻ പറയും. എന്തിനാ? ഡീലിംഗ് ഉണ്ടോ, ട്രാൻസാക്ഷൻ ഉണ്ടോ എന്നറിയാൻ. ദൈവമായിട്ട് ട്രാൻസാക്ഷൻ ഉണ്ടോ? ഞാൻ ഒറ്റ കാര്യം പറയാം, മനസ്സിലാകുന്ന ഭാഷയിൽ, ഇന്നത്തെ അറിവിൽ ഞാൻ പറയൂ. ദൈവവുമായിട്ടൊരു ബന്ധം, വിനിമയം ഉണ്ടെങ്കിൽ, ഞായറാഴ്ച ക്രിസ്ത്യാനിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ദൈവവുമായി എപ്പോഴും ഒരു പ്രാർത്ഥന. ഇത് സാധാരണ മതങ്ങളിലും കാണുന്നുണ്ട്. ദൈവവുമായിട്ട് ഡീപ്പായിട്ട് ബന്ധമുള്ളവരുണ്ട്. ക്രിസ്ത്യൻ ഇതിൽ തന്നെ, അത് ഓർത്തഡോക്സിലുണ്ട്, കാത്തോലിക്കുണ്ട്, യാക്കോൽ എല്ലാം ഉണ്ട്. ഞാൻ അവരോട് ദൈവവുമായിട്ട് ശരിക്കും റിയൽ നിങ്ങൾക്കൊരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആത്മീയമായ ഒരു ആഘോഷം തെറ്റല്ല. അവിടെ സന്തോഷിക്കാനാ പറയുന്നത്. പക്ഷെ അതിനെ ജഡീകപരമായി എല്ലാത്തിനെയും മാറ്റിവെച്ച് സഭയുടെ ഒരു പ്രാർത്ഥന വരുമ്പോൾ ഇന്ന് ബർത്ത്ഡേയാ, അല്ലെങ്കിൽ പള്ളിയിൽ പോകാതൊരു വെഡ്ഡിങ് ആനിവേഴ്സറി, പള്ളിയിൽ പോകാതൊരു കാര്യങ്ങൾ, ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു. എല്ലാം മുൻപേ കർത്താവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് ആ തെറ്റിദ്ധാരണ. ഞാൻ എൻ്റെ ആശയങ്ങളും ദൈവം എനിക്ക് അത് വെളിപ്പെടുന്നത് അംഗീകരിക്കുക, നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ഭക്തി ചോർന്നു പോകുന്ന ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. ബ്രദറെ, എനിക്ക് ഈ ബർത്ത്ഡേ ആഘോഷിക്കും, എന്തോ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട. കുറ്റബോധമുള്ള ഒരു കാര്യങ്ങളും ആരും ചെയ്യല്ല. നിങ്ങളുടെ നല്ല മനസ്സാക്ഷിക്ക് തോന്നുന്ന തിരഞ്ഞെടുക്കുക. പക്ഷെ ഞാൻ ആത്മീയമായ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പം പ്ലാൻ ചെയ്തുകൊണ്ട് അടുത്ത ഇനി എൻ്റെ ബർത്ത്ഡേ വിടുന്ന എനിക്ക് ഭയങ്കര സംഭവമാക്കണം, ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്ന വിപ്രയോജനമാണ്. ഇനി അടുത്തൊരു വീഡിയോ പറയാം. നിങ്ങളുടെ ഒരു ബർത്ത്ഡേ നിങ്ങൾ ദൈവമാണ്, ചിലപ്പോൾ ഞാനും എൻ്റെ ദൈവവും, ഞാനും അങ്ങനെയുള്ള വേദസ്ഥിതി വ്യവസ്ഥ, ഞാനും എൻ്റെ ദൈവവും. അത് പേഴ്സണൽ ഒരു പ്രാർത്ഥന. നീ മുറിയിൽ കയറി ആ കറയിൽ കയറി കഥ കടച്ച് പ്രാർത്ഥിക്കണം. നീ നിന്റെ ദൈവവും. വേറൊന്നുണ്ട്, കൂട്ടായിട്ട് 2 3 പേരുടെ നാമത്തിൽ കൂടുമ്പോൾ, 2 പേര് ഐക്യമത്യപ്പെടുമ്പോൾ, ഇതെല്ലാം ദൈവം കണക്ട് ചെയ്തുള്ള മിനിസ്ട്രിയാണ്, പ്രാർത്ഥനയാണ്. മറ്റൊരോട് പറയുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെയാണ് ഇന്റർസെഷൻ, മധ്യസ്ഥയാണ്. ആ വരുന്നവർ ഗിഫ്റ്റ് തരുമ്പോൾ അവരെന്താ നമുക്ക് തരുന്നത്? പറ. നമ്മളെ ഓണർ ചെയ്യുക, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. അതിൻ്റെ വലുപ്പമല്ല. അല്ലെ അവർ വരുന്നു, നമ്മളെ വിളിക്കുന്ന ഭക്ഷണത്തിന് അവരിന്ന് കഴിക്കുമ്പോൾ അവർ പറയും, യെസ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ സ്നേഹിതനാണ്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്, നിങ്ങളുടെ ബ്രദറാണ്, ഞാൻ നിങ്ങളുടെ സിസ്റ്ററാണ്. ഇതൊക്കെയാ സ്നേഹബന്ധങ്ങളെന്ന് പറയും. വേറെ ഒന്നുമല്ല.
ഇതിനെ ആരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യല്ലേ. ഇതിനെ സ്നേഹമായിട്ട് കാണണമേ. ഞാൻ പുറത്തുള്ളൊരു ആഘോഷമല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ചിലത് ചെല്ലുമ്പോൾ നമ്മൾ പേരിന് ദൈവമക്കളുടെ ആനിവേഴ്സറി, പക്ഷെ ഒരാൾ പോലും അത് ആ ദേവദാസൻ പറഞ്ഞപ്പോൾ അതായിരിക്കും, അവിടെ ഒരു പ്രാർത്ഥന പോലും നടക്കുന്നില്ല. വിളിച്ചു വരുത്തി എല്ലാവരെയും, അവരെല്ലാം അടിച്ച് പൊളിച്ച് ഫുഡും കഴിച്ച്, അങ്ങനെ അതല്ല ഇവിടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ആരാധന. അവിടെ ഉയർത്താൻ ഒരു യേശുവിൻ്റെ നാമമാണ്. ഞാൻ അതുകൂടെ പറയാം, ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ബർത്ത്ഡേ ആയാലും വെഡിങ് ആനിവേഴ്സറി ആയാലും ഏത് ആഘോഷമാണേലും അവിടെ സുവിശേഷത. ഞങ്ങളൊരു ഫ്യൂണറൽ സർവീസ്, ഒരു വെഡിങ് എവിടെ കിട്ടിയാലും ദേവദാസന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ മാറി മാറി സുവിശേഷം, അവർ അവസരമാണ് അവർ പ്രയോജനപ്പെടുന്നത്. ഏത് ആഘോഷവും യേശുവില്ലാത്ത ആഘോഷം വരണം. യേശുവിനെയും ശിഷ്യന്മാരെയും കാനാവിലെ കല്യാണ വീടിന് ക്ഷണിച്ചിരുന്നു ദൈവാത്മാ പറയുന്നു. അതാണ് അവിടുത്തെ ആഘോഷത്തിന്റെ വിജയം. ശൂന്യത നികത്തി അതാണ്. അവിടെ കലവറയില കർത്താവിനെ പ്രധാന സ്ഥലങ്ങളൊന്നും അവരുകൊണ്ട് ഇരുത്തിയില്ല. പക്ഷേ അവിടെ കർത്താവ് പോരായ്മ. എവിടെ യേശുവില്ലാത്ത ഒന്നും, ഞാൻ പറയാം, ഒന്നും പെർഫെക്റ്റ് അല്ല. ആ പാസ്റ്ററെ നല്ലൊരു ആനിവേഴ്സറി, നല്ല ആഘോഷമാണ്, ഏറ്റവും വലിയ ഹോട്ടലിൽ അവർ ഫുഡ് കൊടുത്ത്, ഇന്നൊരു ഹോട്ടലിലാണ് ഞങ്ങളെ വിളിച്ച്, അവിടെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. പക്ഷെ അവിടെ ഒരു വിശ്വാസിയാണെങ്കിൽ അവിടെ ഒരു പ്രാർത്ഥന നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. അത് ജഡിക ഉത്സവം തന്നെയാണെന്നാണ് ദൈവമക്കളെ കുറിച്ച് ഞാൻ പറയുന്നത്. അതേസമയം അവിടെ ആദ്യം വർഷിപ്പാനും, അവിടെ ആദ്യം ആരാധനയായിരുന്നു. ആ ദൈവദാസൻ, ആ ദൈവദാസി, അല്ലെങ്കിൽ ആ മകൻ, ആ മകള് നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞത് ബർത്ത്ഡേ ഉള്ളവരോട് നന്ദി പറയാനും അവർക്ക് അവസരം കൊടുക്കണം. ഒരു പറയും കഴിഞ്ഞ കാലങ്ങളിൽ തകർന്നു പോകേണ്ടിടത്ത്, വീണ് പോകേണ്ടിടത്ത് ദൈവം താങ്ങി. എത്രയോ അപകടങ്ങളിൽ എത്ര മരണം നടന്ന ഒരു മനുഷ്യനാണെന്നറിയാം ഞാൻ. എത്ര ചതഞ്ഞ് തകർന്ന മനുഷ്യൻ. 5-ാമത്തെ വയസ്സിൽ മെഴുതിരി കത്തിച്ച എൻ്റെ വീട്ടുകാർ എനിക്ക് എന്തോ ഒരു ഡിസൈഡ് ചെയ്ത് വന്നപ്പോൾ, അപ്പം ആ ഛർദിലും അന്ന്. പക്ഷെ ദൈവം എത്രയോ അപകടങ്ങൾ ദൈവം. ഞാൻ ആർക്കാ നന്ദി പറയണ്ടേ? എനിക്ക് എൻ്റെ സൃഷ്ടാവിന് ഞാൻ നന്ദി പറയണ്ടേ? ഇതിനെ ഗൗരവപരമായി കാണുക. ഇത് ആഘോഷമല്ല, ജഡിക ഉത്സവമല്ല. ആത്മീയർക്ക് ആത്മീയമായി എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതിന് യേശുവിനെ ഉയർത്തുന്ന സുവിശേഷം ഇതിനകത്ത് വേണം. അതിനകത്ത് പ്രാർത്ഥന വേണം, അതിനകത്ത് ആരാധന വേണം, അതിനകത്ത് കൂട്ടായ്മ വേണം. പകയും പിണക്കവും എല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ല, സ്നേഹമാണ്. ഇതിലെല്ലാം വ്യാപരിക്കുന്ന സ്നേഹമാണ്. സ്നേഹത്തിലുള്ള ആഘോഷം. സ്നേഹമില്ല ഇതൊന്നും ചെയ്യല്ലെന്ന് തന്നെ പറഞ്ഞു. കൂട്ടായ്മയില്ലെങ്കിൽ ഒന്നും ചെയ്യല്ല്. ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ ഇത് ചെയ്യല്ല്. അത് ജഡികമാണ്. ദൈവത്തോട് നാം കണക്ക് പറയേണ്ടി വരും. അല്ലാതെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാൻ ദൈവമക്കൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി, വീണ്ടും ജനിച്ചവർ, കർത്താവിനോട് വേർതിരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് നമ്മുടെ ആഘോഷങ്ങൾ. ഇങ്ങനെയുള്ള ജന്മദിനങ്ങളോ, ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് വിവാഹ വാർഷികങ്ങളോ, അങ്ങനെയുള്ള കാര്യങ്ങളോ നമുക്ക് സന്തോഷിക്കാം. നമുക്ക് ആനന്ദിക്കുന്നതിന് ഒരു വിരോധവുമില്ല. അത് അക്കോർഡിംഗ് ടു ദ ഗൈഡൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലായിരിക്കണം. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു സദുദ്ദേശത്തോട് മാത്രമാണ്, ഒറ്റ കാര്യം, സുവിശേഷം ഇതിലൂടെ മഹത്വപ്പെടണം. ദൈവത്തിന് നന്ദി കരയേറ്റുന്ന ഒരു കാര്യമായി മാറട്ടെ. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ വീഡിയോസിലും നിങ്ങൾ വളരെ ഗൗരവമായിട്ട് അത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കാണുന്നിടം വരെ സർവശക്തനായ ദൈവം ചിലരിൽ മറക്കട്ടെ. ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്കാനും മറക്കല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ.